2 വർഷമായി പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ വലത് കാലിനും സ്വാധീനമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വലത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുരിശ് വരയ്ക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ വലത് കൈ കൊണ്ട് ചെയ്യുന്നുണ്ട്, ദേവദാസ സിസ്റ്റർ സെലിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട്. പക്ഷേ എനിക്ക് ഞാനവിടെ പ്രാർത്ഥനയിൽ വളർന്നു വരുന്നുണ്ടെങ്കിലും വചനത്തിൻ്റെ അഭിഷേകം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് നീ വചനം വചനം പഠിക്കുക പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഇതെങ്ങനെ ഈ വചനം പഠിക്കണ്ടേ? വചനം പഠിക്കുമ്പോൾ വചനം പറഞ്ഞ് വാക്യം പറഞ്ഞ് പെട്ടെന്ന് പഠിക്കാന്ന് പറഞ്ഞു. പക്ഷെ വചനത്തിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് വചനം പഠിക്കേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ബ്രദർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പുതിയ വീഞ്ഞിൻ്റെയും പഴയ വീഞ്ഞിൻ്റെയും കാര്യം പറഞ്ഞപ്പോഴാണ് പുതിയ നിയമം പഴയ നിയമം എടുത്തു വെച്ച് അത് കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പിന്നെ അന്ധകാരം എന്നത് എൻ്റെ ബ്രദർ പറഞ്ഞതുപോലെ പാപങ്ങളായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അത് അജ്ഞതയായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ബോധ്യമായിരുന്നത്. പിന്നെ ദൈവത്തിൻ്റെ വചനം ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മച്ചയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. ഈ വചനം ഞാൻ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എങ്കിലും ഈ വചനം ഇന്നതാണ്, ഇതിൻ്റെ വചനത്തിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ആഴങ്ങളിൽ ഇറങ്ങിച്ചെല്ലേണ്ടെന്ന ഇതാണ് പറയുന്നത് എന്നുള്ളത് ഈ ബ്രദറിലൂടെയാണ് പൂർണ്ണമായി ബോധ്യമായത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി.